നമസ്കാരം. പ്രധാന വാർത്തകൾ. വികസനത്തിനും ക്ഷേമത്തിനും പശ്ചാത്തല സൗകര്യങ്ങൾക്കും ഊന്നൽ നൽകി പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ ബജറ്റ്. നഗരസഭ നടപ്പാക്കി വരുന്ന വിവിധ മിഷനുകൾ തുടരും. മലിനജല ശുദ്ധീകരണത്തിന് 6 കോടിയുടെ പദ്ധതിയും ബജറ്റിൽ. 3 വയസ്സുകാരിയോട് ലൈംഗികാതിക്രമം കാണിച്ച 43-കാരന് 63 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് പെരിന്തൽമണ്ണ അതിവേഗ കോടതി. കുന്നപ്പള്ളി സ്വദേശി ഫൈസൽ ബാബുവിനാണ് ശിക്ഷ വിധിച്ചത്. പട്ടികജാതിയിൽപ്പെട്ട യുവതിയെ അപമാനിച്ച കേസിൽ പ്രതിക്ക് 6 മാസം കഠിന തടവ്. മണ്ണാർക്കാട് GMUP സ്കൂളിലെ പ്രധാനാധ്യാപകൻ ഉൾപ്പെടെ 6 അധ്യാപകരെ സ്ഥലം മാറ്റിയ ഉത്തരവ് ഒറ്റ ദിവസം കൊണ്ട് മരവിപ്പിച്ചു. പ്രധാനാധ്യാപകനും മറ്റധ്യാപകരും തമ്മിലുള്ള ഭിന്നതകളെ തുടർന്നായിരുന്നു സ്ഥലം മാറ്റം. ഉത്തരവ് മരവിപ്പിച്ചത് ഭരണപക്ഷ സംഘടനയുടെ സമ്മർദ്ദം മൂലമെന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടന. വീട്ടിലേക്ക് റോഡില്ലാത്തതിനാൽ ദുരിതത്തിലായി 6 കുടുംബങ്ങൾ. നെല്ലായ കല്ലിടുമ്പ് കോഴിക്കുന്നത്ത് 6 കുടുംബങ്ങളാണ് വഴിയില്ലാതെ വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്നത്. പ്രായമായ രോഗികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് ആശ്രയം പാടവരമ്പ് മാത്രം. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ചുമന്നും സ്ട്രക്ചറിൽ താങ്ങിയുമല്ല. പശുവിനോട് കൊടും ക്രൂരത. തൊഴുത്തിൽ കെട്ടിയ പശുവിനെ കടത്തിക്കൊണ്ടുപോയി കാൽത്തുടകൾ അറുത്തുമാറ്റി. മണ്ണാർക്കാട് തെങ്കരയിലാണ് സംഭവം. പിന്നിൽ നായാട്ട് സംഘമെന്ന സംശയം. പോലീസ് അന്വേഷണം തുടങ്ങി. വിശദമായ വാർത്തകൾ നോക്കാം. സുസ്ഥിര വികസനവും ക്ഷേമവും മികച്ച പശ്ചാത്തല സൗകര്യവും ലക്ഷ്യമാക്കി 2025-26 വർഷത്തെ പെരിന്തൽമണ്ണ നഗരസഭയുടെ ബജറ്റ്. നഗരസഭ വൈസ് ചെയർപേഴ്സണും ധനകാര്യ സ്ഥിരസമിതി അധ്യക്ഷയുമായ നസീറയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. സുസ്ഥിര വികസനവും ക്ഷേമവും ഉൽപാദന സേവന മേഖലകളെയും ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് നാം നേടിയെടുത്ത നേട്ടങ്ങൾ നിലനിർത്തുന്നതോടൊപ്പം സംരംഭകത്വ വികസനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, പിന്നോക്ക വിഭാഗങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വയോജനങ്ങളുടെയും ക്ഷേമം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശുചിത്വം, മാലിന്യ സംസ്കരണം, മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് ഈ ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് 2025-2026 വർഷത്തെ ജനകീയ ബജറ്റ് അവതരിപ്പിച്ചത്. 130 കോടി രൂപ വരവും 109 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ അവതരിപ്പിച്ചത്. 2025-26 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റ്. വർഷാരംഭത്തിലെ മുന്നിരിപ്പ് 2,20,92,223. പ്രതീക്ഷിത വർഷത്തെ വരവ് 130,14,63,000. ആകെ 132,35,55,223. പ്രതീക്ഷിത വർഷത്തെ ചെലവ് 109,61,30,000. വർഷാവസാന നീക്കിയിരിപ്പ് 22,74,25,223. ആകെ 132,35,55,223. സുസ്ഥിര വികസനവും ക്ഷേമവും മികച്ച പശ്ചാത്തല സൗകര്യവുമടക്കം സർവ്വതല സ്പർശിയായ പദ്ധതികൾ ബജറ്റിൽ ലക്ഷ്യമിടുന്നു. സാമൂഹ്യ സുരക്ഷാ രംഗത്തെ വികസനം മുൻനിർത്തിയുള്ള കെയർ മിഷൻ, സംരംഭ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നെസ്റ്റ് മിഷൻ, പശ്ചാത്തല വികസനം ലക്ഷ്യമാക്കി ഫ്രെയിം മിഷൻ, വിദ്യാഭ്യാസ മേഖലയിൽ ഷുവർ മിഷൻ, ആരോഗ്യരംഗത്ത് സുരക്ഷാ മിഷൻ, കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ സമൃദ്ധി മിഷൻ തുടങ്ങി നഗരസഭ നടപ്പാക്കി വരുന്ന 6 മിഷനുകളും തുടരാൻ ബജറ്റ് നിർദ്ദേശിച്ചു. വനിതാ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഹോപ്പ് ആൻഡ് ഡ്രീം, തൊഴിൽ സാധ്യതകൾക്കായി സ്കിൽ ആൻഡ് ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റ് പദ്ധതി, സമ്പൂർണ്ണ ആരോഗ്യ പരിപാലന പദ്ധതിയായ ഫിറ്റ് ഫോർ ലൈഫ്, സാമൂഹ്യ സുരക്ഷയ്ക്കായി പോലീസും ജനപ്രതിനിധികളും അടങ്ങുന്ന ജനകീയ സേന, കായികരംഗത്തെ പ്രോത്സാഹനത്തിന് പ്ലേ ഫോർ പാഷൻ, ATM മാതൃകയിൽ കിയോസ്ക് സ്ഥാപിച്ച് പാൽ ലഭ്യമാകുന്ന മിൽക്ക് ATM, മലിനജല ശുദ്ധീകരണത്തിന് 6 കോടി രൂപയുടെ FSTP നിർമ്മാണം തുടങ്ങിയ പുതിയ പദ്ധതികളും ബജറ്റിൽ അവതരിപ്പിച്ചു. ചെയർമാൻ P. ഷാജിയുടെ അധ്യക്ഷതയിലാണ് ബജറ്റ് യോഗം ചേർന്നത്. ശനിയാഴ്ച ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. 3 വയസ്സുകാരിയോട് ലൈംഗികാതിക്രമം കാണിച്ച 43-കാരന് 63 വർഷം കഠിന തടവും 65,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പെരിന്തൽമണ്ണ കുന്നപ്പള്ളി കളത്തിലക്കര സ്വദേശി വെളുത്തപറമ്പിൽ ഫൈസൽ ബാബുവിനാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 5 വർഷവും 3 മാസവും അധിക കഠിന തടവിനും വിധിച്ചു. ജഡ്ജ് S. സൂരജാണ് ശിക്ഷ വിധിച്ചത്. 2018 ഒക്ടോബർ 8-നാണ് സംഭവം. കുട്ടിയെ TV കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പ്രതിയുടെ ക്വാർട്ടേഴ്സിലേക്ക് എടുത്തുകൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതായാണ് കേസ്.
മേലാറ്റൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത്. സബ് ഇൻസ്പെക്ടർ പി.കെ. അജിത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതും കുറ്റപത്രം സമർപ്പിച്ചതും സബ് ഇൻസ്പെക്ടർ കെ.സി. ബൈജുവാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സപ്ന പി. പരമേശ്വരത്ത് ഹാജരായി. പ്രോസിക്യൂഷൻ 8 സാക്ഷികളെ വിസ്തരിക്കുകയും 17 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. പട്ടികജാതിയിൽപ്പെട്ട യുവതിയെ അപമാനിച്ച കേസിൽ പ്രതിക്ക് 6 മാസം കഠിന തടവ്. പാലക്കാട് പുതുശ്ശേരി വെനോലി വടക്കേത്തൂർ അക്ബറിനെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. 2023 പാലക്കാട് കസബ സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവം. പരാതിക്കാരിയും കൂട്ടുകാരിയും കൂടി വേലി കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അക്ബർ ഇവരെ ജാതീയമായി അധിക്ഷേപിക്കുകയും നഗ്നതാ പ്രദർശനം നടത്തിയെന്നുമാണ് കേസ്. കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ അക്ബറിന് വിവിധ വകുപ്പുകളിലായി 6 മാസം കഠിന തടവിന് ജില്ലാ ജഡ്ജി ജോമോൻ ജോൺ ശിക്ഷ വിധിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് പി. ജയൻ ഹാജരായി. മണ്ണാർക്കാട് GMUP സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ 6 അധ്യാപകരെ സ്ഥലം മാറ്റിയ ഉത്തരവ് ഒറ്റ ദിവസം കൊണ്ട് മരവിപ്പിച്ചു. സ്കൂളിലെ പ്രധാന അധ്യാപകനും മറ്റ് അധ്യാപകരും തമ്മിലുള്ള ഗ്രൂപ്പ് പോരാണ് സ്കൂളിലെ കൂട്ട സ്ഥലം മാറ്റത്തിന് ആധാരം. എന്നാൽ സ്ഥലം മാറ്റിയ അധ്യാപകർ ഉൾപ്പെടുന്ന ഭരണപക്ഷ സംഘടനയുടെ സമ്മർദ്ദം മൂലമാണ് ഉത്തരവ് മരവിപ്പിച്ചതെന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആരോപണം. മണ്ണാർക്കാട് GLP സ്കൂളിൽ 2024-2025 അധ്യയന വർഷം തസ്തിക നിർണയത്തിൽ അറബിക് അധ്യാപക തസ്തിക നഷ്ടപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് തസ്തിക നിർണയം, അക്കാദമിക് പ്രവർത്തനം, ഉച്ചഭക്ഷണ വിതരണം തുടങ്ങിയ വിഷയങ്ങളിൽ നിരവധി പരാതികൾ പ്രധാന അധ്യാപകനെതിരെയും ബന്ധപ്പെട്ട അധ്യാപകർക്കെതിരെയും ഉയർന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ പലതവണ AEO സ്കൂൾ സന്ദർശിച്ച് സമവായ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും തുടർന്നും പരാതികൾ ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് AEO DDക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നഗരസഭ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന നിലയിൽ പ്രധാനാധ്യാപകൻ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി. എന്നാൽ രേഖകൾ സൂക്ഷിക്കുന്നതിലും അധ്യാപകർ PTA എന്നിവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും അക്കാദമിക് രംഗം മെച്ചപ്പെടുത്തുന്നതിന് അധ്യാപകർക്കിടയിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പരാജയപ്പെട്ടുവെന്ന് AEOയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അക്കാദമിക് കൗൺസിലിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ പോലും നടപ്പാക്കിയില്ല. 2 പക്ഷത്തു നിന്ന പരാതികളും കൗണ്ടർ പരാതികളും തുടരുന്ന സ്ഥിതിയുണ്ടായി. പ്രധാനാധ്യാപകനും അധ്യാപകരും തമ്മിലുള്ള ഗ്രൂപ്പ് പോരെ ഓഫീസിൻ്റെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന സാഹചര്യമുണ്ടാക്കിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ AEOയുടെ റിപ്പോർട്ടിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രധാനാധ്യാപകൻ C. നാരായണൻ, അധ്യാപകരായ UK ബഷീർ, P. മനോജ് ചന്ദ്രൻ, TR രജനീഷ് കുമാർ, സക്കീർ ഹുസൈൻ എന്നിവരെ വിവിധ സ്കൂളുകളിലേക്ക് മാറ്റുന്നതെന്നാണ് ഉത്തരവിട്ടത്. ബുധനാഴ്ച വൈകിട്ട് 4:51 ഇറങ്ങിയ ഈ ഉത്തരവ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്ന് താൽക്കാലികമായി മരവിപ്പിച്ചതായി വ്യാഴാഴ്ച 12:00 ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നു. ഇതോടെയാണ് ഇത് ഭരണ പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് വഴിതെളിച്ചത്. പശുവിനോട് കൊടും ക്രൂരത. തൊഴുത്തിൽ കെട്ടിയ പശുവിനെ കടത്തിക്കൊണ്ടുപോയി കാൽത്തുടകൾ അറുത്തുകൊണ്ടുപോയി. മണ്ണാർക്കാട് തെങ്കര മേലാമുറിയിലാണ് സംഭവം. പിന്നിൽ നായാട്ട് സംഘമെന്ന് സംശയം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. 6 മണിക്ക് നീച്ച് വീട്ടിൽ നിന്ന് വന്ന് പശുവിനെ നോക്കുമ്പോൾ പശുവിനെ കാണാനില്ല. ഒരെണ്ണം കാണാനില്ല, 2 ഉണ്ട്. കറവുള്ളതുണ്ട്, കറവില്ലാത്തതിനെ കൊണ്ടുപോയിരിക്കണം, അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കി കാലിപ്പാട് നോക്കി അങ്ങനെ പോയി മലയരിങ്ങനെ പോയി പോറശ്ശേരിയിൽ കണ്ടു. 2 കാലുമില്ല, ഒരു കയ്യുമില്ല, ബാക്കി അവസരം ഉള്ളുണ്ട്. അത് തുടർന്ന് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കണ്ട് കൊടുത്ത് SI സാർ വന്ന് നായ സ്ക്വാഡ് വന്ന് നോക്കി എല്ലാവരും വന്ന് പോയി. ഡോക്ടർമാർ വന്ന് ഓപ്പറേഷൻ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് വന്ന് പോയി. എന്ത് പറ്റിയിരിക്കാന്നുണ്ടോ? ഈ 2 കാലും ഒരു കയ്യും ഈ ശൂലം കൊണ്ട് കുത്തിയിട്ടാണ് അതിനെ കൊന്നിരിക്കുന്നത്. വാരിക്ക് നായാട്ടേരെ സംഘം ഒന്ന് പ്രതീക്ഷിക്കണേ. കഴുത്തിന് കംപ്ലൈൻറ്റ് കൊല്ലാൻ കൊണ്ട് അറക്കുക ചെയ്യുക. അതിനെ അറുത്തിട്ടില്ല. നായാട്ടേരാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. തെങ്കര മേലാമുറി പരുത്തിപ്പള്ളി പ്രകാശിൻ്റെ പശുവിൻ്റെയാണ് കാലുകൾ അറുത്ത് മാംസം കൊണ്ടുപോയത്. 1 കിൻഡൽ തൂക്കം വരുന്ന 2 വയസ്സ് പ്രായമുള്ള പശുവിൻ്റെ 2 മുൻകാലുകളും 1 പിൻകാലും കൂർത്ത ആയുധം കൊണ്ട് കുത്തി അടർത്തിയ നിലയിലാണ്. തലയും മറ്റ് ശരീരഭാഗങ്ങളും ഉപേക്ഷിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയാണ് പശുവിനെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ നിന്ന് 3/4 കിലോമീറ്റർ മാറി വനത്തിലാണ് പശുവിൻ്റെ ജഡം കണ്ടെത്തിയത്. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പ്രകാശിന്റെ പരാതിയിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. വെറ്റിനറി സർജൻ പോസ്റ്റ്മോർട്ടം നടത്തി. നായാട്ടുകാർ ഉപയോഗിക്കുന്ന ശൂലം പോലെയുള്ള ആയുധം നെഞ്ചിൽ കുത്തിയിറക്കിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കാൽത്തുടകളാണ് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. നെഞ്ചടക്കമുള്ള ശരീരഭാഗം ഉപേക്ഷിച്ചു. പരിസരവുമായി ബന്ധപ്പെട്ടുള്ള നായാട്ടു സംഘമാണ് ഇതിനു പിന്നിലെന്നാണ് സംശയിക്കുന്നത്. പോലീസ് നായ തൊഴുത്തിൽ നിന്ന് പശുവിനെ കൊണ്ടുപോയ വഴിയിലൂടെ ഓടി
കനാൽ മുക്കിൽ ചെന്ന് നിന്നു. സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ് പശുവിനെ നോക്കിയിരുന്നതെന്ന് ജയപ്രകാശ് പറഞ്ഞു. എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ ആദ്യം നോക്കുക തൊഴുത്തിലാണ്. പാൽ വിറ്റാണ് ഉപജീവനം നടത്തുന്നത്. കൊന്ന പശുവിനെ കൂടാതെ മറ്റൊരു പശുവും കുട്ടിയുമാണുള്ളതെന്നും ജയപ്രകാശ് പറഞ്ഞു. ഞാൻ രാവിലെ കാലത്ത് നീച്ച് എണീറ്റ് വന്ന് കഴിഞ്ഞാൽ പശുക്കളൊന്ന് നോക്കും. അപ്പോൾ എല്ലാം അവരെ കണി കാണണേ, എന്നിട്ട് പുറത്ത് പറഞ്ഞ് പണിക്ക് പോകുള്ളൂ. സാധാരണ 5 മണിക്ക് ഭാര്യ വരെ നോക്കരേ. അതിലെന്തെങ്കിലും കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ചോറുണ്ടാക്കാൻ നിൽക്കും. ഇന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ഞാൻ രാവിലെ 6 മണിക്ക് നോക്കുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ നോക്കിയിട്ടില്ല കാരണം അതങ്ങനെ ഒന്നും തിരഞ്ഞ് അന്വേഷിച്ച് കണ്ടില്ല. പിന്നെയാണ് ഈ തുടർന്ന് ഈ കാര്യം പാട് കണ്ടുപോയത്. വീട്ടിലേക്ക് റോഡില്ലാത്തതിനാൽ ദുരിതത്തിലായി 6 കുടുംബങ്ങൾ. നെല്ലായ പഞ്ചായത്തിലെ 4-ാം വാർഡ് കല്ലിടുമ്പ് കോഴിക്കുന്നത്ത് കുഴിപ്പുറത്തെ 6 കുടുംബങ്ങളാണ് വീട്ടിലേക്ക് ഒരു വാഹനം വരാൻ വഴിയില്ലാത്തതിനാൽ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുന്നത്. ഭിന്നശേഷിക്കാരും പ്രായമായ രോഗികളും ഉൾപ്പെടുന്ന ആളുകൾ വീടുകളിലുണ്ട്. ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വലിയ പ്രയാസമാണ് വഴിയില്ലാത്തതിനാൽ ഇവർ നേരിടുന്നത്. വീട്ടിലേക്ക് ഒരു റോഡ് അതില്ലാത്തതിനാൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിഞ്ഞുവരികയാണ് നെല്ലായ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലെ കോഴിക്കുന്നത്ത് കുഴപ്പുറത്തെ 6 കുടുംബങ്ങൾ. കുടുംബസ്വത്തായി വീതിച്ചു കിട്ടിയതാണ് ഇവരുടെയെല്ലാം സ്ഥലം. മറ്റ് സ്ഥലമൊന്നുമില്ലാത്തതിനാൽ അവിടെ വീടുകളും പണിതു. വീട് പണിക്കുള്ള സാധനങ്ങളെല്ലാം അടുപ്പിച്ചത് ചുമന്നും വേനൽക്കാലത്ത് പാടത്തുകൂടി വണ്ടിയിറക്കിയുമാണ്. വീടൊക്കെയായാൽ റോഡ് വരുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ ഉള്ള നടവഴി കൂടി ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. നെല്ലായ മപ്പാട്ടുകര റോഡിൽ നിന്ന് 150 മീറ്റർ ദൂരമുണ്ട് ഇവരുടെ വീടുകളിലേക്ക്. പാടവരമ്പിലൂടെ നടന്നു വേണം വീട്ടിലെത്താൻ. മഴക്കാലത്ത് വെള്ളം കയറി പാടം മൂടിയാൽ പറയണ്ട, തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയാകും. ഭിന്നശേഷിക്കാരും പ്രായമുള്ള കിടപ്പിലായ രോഗികളും ഇവിടെയുണ്ട്. ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ കസേരയിലിരുത്തിയോ സ്ട്രെക്ചറിലോ ചുമന്നോ വേണം തൊട്ടപ്പുറത്തെ റോഡിലെത്തിക്കാൻ. ഒരു ബൈക്ക് പോലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്നതാണ് ഇവരുടെ സ്ഥിതി. ഇവർ ഇപ്പോൾ ആശ്രയിക്കുന്ന പാടവരമ്പിനോട് ചേർന്ന സ്ഥലങ്ങളെല്ലാം സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ളതാണ്. ഇവർ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായാൽ മാത്രമേ റോഡെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകൂ. സ്ഥലം വില കൊടുത്ത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയും ഇവർക്കില്ല. തങ്ങളുടെ ദുരിതം ചൂണ്ടിക്കാട്ടി ജനപ്രതിനിധികൾക്കും പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണറേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറിക്കും ഇവർ പരാതികൾ നൽകിയിരുന്നെങ്കിലും പരിഹാര മാർഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടികൾ ഉൾപ്പെടെ 30ഓളം പേർ 6 കുടുംബങ്ങളിലായി ഇവിടെയുണ്ട്. ഒരു ഓട്ടോറിക്ഷയെങ്കിലും വീട്ടിലെത്താൻ കഴിഞ്ഞാൽ മതിയെന്നാണ് ഇവരുടെ ആവശ്യം. ഞങ്ങൾ 6 വർഷമല്ല കുറേ ഇക്കണു ഇവിടെ വഴിയില്ലാതെ ഇങ്ങനെ നടക്കണു. 6 കുടുംബങ്ങളുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ട പറ്റില്ല. രോഗികളെ കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു പ്രസവം കഴിഞ്ഞ് വരുമ്പോൾ എല്ലാതുകൊണ്ടും ഞങ്ങൾക്കൊരു സാധനം ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റണില്ല. അങ്ങനെയൊക്കെയുള്ള ഓരോ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വഴി ഏതെങ്കിലും ഒരു വഴിമേ കിട്ടുകയാണെങ്കിൽ തരക്കടില്ല. ഇത് ഞങ്ങളെ തറവാട് സ്ഥലമാണ്. ഞങ്ങൾ കുറേ ആയി ഇങ്ങനെ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട്. വയൽ വരമ്പിലൂടെ ഞങ്ങൾ വന്നിരുന്നത്. ഇപ്പം ആ ഒരു വർഷമായിട്ടോല കമ്പി വേലി കെട്ടുക കാരണം ഞങ്ങൾക്ക് അധികം തടസ്സമായി. രോഗിനെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യത്തിനും പറ്റൂല. ഒരു വണ്ടിയും വരില്ല, സ്കൂട്ടിയും സൈക്കിളൊന്നും ഇതേ വരില്ല. അപ്പോൾ ഞങ്ങൾ നല്ല ഇടങ്ങേറിലാണ്. ഞങ്ങളൊരു 3 വികലാംഗരുണ്ട് ഇവിടെ. പിന്നെ രോഗികളത് വയസ്സായ കാക്കുണ്ട്. പിന്നെ കാല് ഇങ്ങനെ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ ഭർത്താവ് രോഗിയാണ്, ഹാർട്ടിൻ്റെ പേഷ്യൻ്റാണ്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യം പഞ്ചായത്തിൽ കൊടുത്തു, ഞങ്ങളെ പഞ്ചായത്തിൽ കൊടുത്തു. പിന്നെ ഞങ്ങൾ പാലക്കാട് കലക്ട്രേറ്റിൽ പോയിട്ട് അവിടെ ഒരു പരാതി കൊടുത്തു. അപ്പോൾ അവിടുന്ന് പോലും ഇങ്ങോട്ട് കത്തൊക്കെ വിട്ടു. അപ്പോൾ അവർ ഇവിടെ വന്ന് നോക്കുകയൊക്കെ ചെയ്തു. വന്നിട്ടൊന്നൊരു ഇതുണ്ടായില്ല, ഒരു കാര്യം ഉണ്ടായില്ല. അതിൽ വന്ന് നോക്കി അങ്ങനെയൊക്കെ. മഴക്കാലമായ ആ തോടൊക്കെ പാടൊക്കെ മൂടിയാൽ പിന്നെ അതിയാനാണ്ട് വെള്ളം അങ്ങോട്ട് കയറും. അങ്ങോട്ട് നടക്കാനൊക്കെ നല്ല പ്രയാസമാണ്. വരമ്പത്ത് കൂടെ അങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടെക്ചർ കൊടുത്തിട്ടല്ലേ ഇയാളെ ഒക്കെ കൊണ്ടുപോയത്, കാക്കാനൊക്കെ അങ്ങോട്ട് ആസ്പത്രിക്കൊക്കെ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ വൈദ്യന് ഈ കണ്ട കാലം വരെ ഞങ്ങൾ ചോദിച്ചിട്ട് ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകുകൊണ്ട് ചോദിച്ചതാണ്. എന്നാൽ ഇവിടേക്ക് റോഡ് നിർമ്മിക്കാൻ നേരത്തെയും ഇപ്പോഴും ശ്രമം നടത്തി വരുന്നുണ്ടെന്നും സ്വകാര്യ വ്യക്തികൾ സ്ഥലം വിട്ടു നൽകിയാൽ പഞ്ചായത്തിന് ഫണ്ട് വച്ച് റോഡ് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നും വാർഡ് മെമ്പർ പി പ്രദീപ് കുമാർ പറഞ്ഞു. വഴിയില്ലാതിരുന്നിട്ടും കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവരുടെ വീട്ടിലെത്തിച്ചു നൽകിയിട്ടുണ്ടെന്നും മെമ്പർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി.
പട്ടാമ്പിക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമായ പൊതുശ്മശാനം തുറക്കാൻ നടപടിയാകുന്നു. ശ്മശാനത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ ശനിയാഴ്ച തുടങ്ങും. പട്ടാമ്പിക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമായ പൊതുശ്മശാനം തുറക്കാനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. വർഷങ്ങൾ നീണ്ട കോടതി വ്യവഹാരങ്ങൾക്കും രാഷ്ട്രീയ ആരോപണങ്ങൾക്കും മുറവിളികൾക്കും ശേഷം ജില്ലാ കളക്ടർ ശ്മശാനം തുറക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതോടെയാണ് നടപടികൾ ആരംഭിച്ചത്. ശ്മശാനത്തിനായി പണ്ട് കെട്ടിടം നിർമ്മിച്ചിരുന്നു. ശ്മശാന നിർമ്മാണത്തിനായി മുഹമ്മദ് മൂസൻ MLA 55 ലക്ഷം രൂപയും MP VK ശ്രീകണ്ഠൻ 50 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. MLA ഫണ്ടിന് ഭരണാനുമതി ലഭിച്ചതോടെയാണ് ടെൻഡർ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുന്നത്. ശനിയാഴ്ച രാവിലെ നിർമ്മാണോദ്ഘാടനം നടക്കുമെന്ന് MLA അറിയിച്ചു. നമ്മുടെ പട്ടാമ്പിയിലെ പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ് പട്ടാമ്പിയിൽ ഒരു പൊതു ശ്മശാനം എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു MLA ഫണ്ടിൽ ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്. അത് അതിന്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ടെൻഡറും പൂർത്തീകരിച്ച് നിർമ്മാണം നാളെ ആരംഭിക്കുകയാണ്. ഈ സമയത്ത് ഏറെ സന്തോഷം തോന്നുന്നുണ്ട്. ഒരു വാഗ്ദാനം ജനങ്ങളോട് മുന്നിൽ വെച്ച ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി അത് നടപ്പിലാക്കുന്നതിലുള്ള സന്തോഷമാണ് ഇപ്പോൾ എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത്. പതിറ്റാണ്ടുകളുടെ ആവശ്യം കൂടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി പട്ടാമ്പി നഗരസഭയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ജില്ലാ വികസന സമിതിയിൽ അത് പോസിറ്റീവായിട്ട് അതിന്റെ തീരുമാനം വരുന്നതിന് വേണ്ടി ഇടപെടുകയും സംസ്ഥാന സർക്കാരിൽ ഇടപെടുകയും പിന്നീട് ജില്ലാ കളക്ടറിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഈ ശ്മശാനം അത് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും എല്ലാ തടസ്സങ്ങളും നീക്കി അതിനുശേഷമാണ് MLA ഫണ്ട് അനുവദിച്ചിരുന്നത്. MLA ഫണ്ട് അനുവദിച്ച 55 ലക്ഷം പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാനാണ്. അതിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നാളെ ആരംഭിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ ബഹുമാനപ്പെട്ട MP പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഫണ്ട് കൂടി വരികയാണെങ്കിൽ നമുക്കതിന് ആവശ്യമായിട്ടുള്ള മിഷനറികൾ കൂടി വാങ്ങാൻ കഴിയും. ഇനി ഏതെങ്കിലും തരത്തിൽ അതിലെ മറ്റു ഫണ്ടുകളുടെ തടസ്സങ്ങൾ വരികയാണെങ്കിൽ പൂർണ്ണമായിട്ട് MLA ഫണ്ട് ഇനിയും ആവശ്യമാണെങ്കിൽ കൊടുത്തുകൊണ്ട് പബ്ലിക് ക്രിമറ്റോറിയം അതായത് പൊതു ശ്മശാനം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത്. പട്ടാമ്പി പഞ്ചായത്തായിരിക്കുമ്പോൾ 1970-ലാണ് നമ്പ്രൻ റോഡിൽ പൊതുശ്മശാനം സ്ഥാപിച്ചത്. 2012-ലെ UDF ഭരണസമിതിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്പ്രത്തുള്ള സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനം സജ്ജീകരിച്ച് തുറക്കാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികളുടെ പരാതിയിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ തുറക്കാനായില്ല. ഭാരതപ്പുഴയോരത്ത് നിലകൊള്ളുന്ന ശ്മശാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അനുബന്ധ ഉപകരണങ്ങൾ, ശുചിമുറി, പാർക്കിംഗ് എന്നിവ സജ്ജമാക്കാനുണ്ട്. നിലവിൽ പട്ടാമ്പി മേഖലയിലുള്ളവർ ഷൊർണൂർ, ചെറുതുരുത്തി എന്നിവിടങ്ങളിലെ ശ്മശാനങ്ങളാണ് ശവസംസ്കാരത്തിന് ആശ്രയിക്കുന്നത്. പട്ടാമ്പിയിൽ പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ശവസംസ്കാരത്തിനും മരണാനന്തര കർമ്മങ്ങൾക്കും ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരില്ല. ഇടവേള. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച NREG വർക്കേഴ്സ് യൂണിയൻ ലക്കിടി പേരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KP സുധീർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, തൊഴിൽ ദിനങ്ങൾ 150 ഉയർത്തുക, തൊഴിലുറപ്പ് വേതനം 600 രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NREG ലക്കിടി പേരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CPM ഏരിയ കമ്മിറ്റി അംഗം KP സുധീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. NREG പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി B വിമല അധ്യക്ഷയായി. പ്രസിഡന്റ് C അനിൽകുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ P വിജയകുമാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T ഷിബു, NREG പഞ്ചായത്ത് കമ്മിറ്റി അംഗം CA നസ്രീൻ, മെമ്പർമാരായ P കൃഷ്ണകുമാരി, K ഉണ്ണികൃഷ്ണൻ, AP ബാൻ, മണികണ്ഠൻ മാസ്റ്റർ, M ഷിബു, സുജിനി തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് CPM നെല്ലായ 1-2 ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഷൊർണൂർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം KB സുഭാഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുക, പുതിയ ജലസംഭരണിയുടെ പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തിയാക്കുക, ലൈൻ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടത്തുക, വാട്ടർ കണക്ഷന് വേണ്ടി വർഷങ്ങളോളം കാത്തു നിൽക്കുന്ന കുടുംബങ്ങളുടെ പരാതികൾ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPM നെല്ലായ 1-2 ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. CPM ജില്ലാ കമ്മിറ്റി അംഗം KB സുഭാഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറിമാരായ PK മുഹമ്മദ് ഷാഫി, MP ശിവശങ്കരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ I ഷാജു,
KP വസന്ത, നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C ബാബു, ജനപ്രതിനിധികളായ വിഷ്ണുരാജ്, പ്രദീപ് കുമാർ, സീനത്ത്, അനിത എന്നിവർ നേതൃത്വം നൽകി. റംസാനിലെ അവസാന വെള്ളി പ്രാർത്ഥനാ നിർഭരമാക്കി വിശ്വാസികൾ. ജുമുഅ നമസ്കാരത്തിന് പള്ളികളിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മാസം കാണുന്നതിനനുസരിച്ച് മാർച്ച് 31-നോ ഏപ്രിൽ 1-നോ ആകും ചെറിയ പെരുന്നാൾ. റംസാനിലെ അവസാന വെള്ളി ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് പുണ്യദിനമാണ്. പ്രാർത്ഥനാ നിർഭരമായാണ് റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയെ വിശ്വാസികൾ വരവേറ്റത്. രാവിലെ നേരത്തെ മുതൽ തന്നെ വിശ്വാസികൾ പള്ളികളിൽ എത്തിത്തുടങ്ങിയിരുന്നു. ജുമുഅ നമസ്കാരത്തിന് പള്ളികൾ നിറഞ്ഞു. ദാനധർമ്മങ്ങൾക്കും പുണ്യകർമ്മങ്ങൾക്കുമായാണ് റംസാന്റെ അവസാന നാളുകൾ വിശ്വാസികൾ ചെലവിടുന്നത്. പള്ളികളിൽ ഒത്തുകൂടിയുള്ള പ്രാർത്ഥനയും നമസ്കാരവും വളരെ പ്രധാനമാണ്. അവസാന വെള്ളിയാഴ്ച അതിനാൽ വിശ്വാസികൾ കൂടുതൽ നേരം പള്ളികളിൽ ചെലവിട്ടു. മാസം കാണുന്നതിനനുസരിച്ച് മാർച്ച് 31-നോ അല്ലെങ്കിൽ ഏപ്രിൽ 1-നോ ആകും ചെറിയ പെരുന്നാൾ. റോബോട്ടുകളെ നിർമ്മിച്ച വിദ്യാർത്ഥികളുടെ മികവുത്സവം. മലപ്പുറം ജില്ലയിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നിർമ്മിതികൾ പ്രദർശിപ്പിച്ച മികവുത്സവം റോബോഫെസ്റ്റ് 25 എന്ന പേരിൽ പെരിന്തൽമണ്ണ പോളിടെക്നിക് കോളേജിലാണ് നടന്നത്. മലപ്പുറം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് NM മെഹർ അലി മികവുത്സവം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കൈറ്റ് ജില്ലാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പോളിടെക്നിക് ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചാണ് മികവുത്സവം സംഘടിപ്പിച്ചത്. മികച്ച പ്രൊജക്റ്റുകളുടെ പ്രദർശനവും അതിനൂതന സാങ്കേതിക വിദ്യകളിലുള്ള വിദ്യാർത്ഥികളുടെ അറിവുകൊണ്ടും മികവുത്സവം അത്ഭുതപ്പെടുത്തി. പൊതുവിദ്യാലയങ്ങളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 25 റോബോട്ടിക് പ്രൊജക്റ്റുകളും 20 ആനിമേഷൻ പ്രൊജക്റ്റുകളും വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു. 2 സ്ഥലത്തൂടെ വെള്ളം വന്നിട്ട് സ്പ്രേ പോലെ നമുക്ക് ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കാനും പറ്റും. പിന്നെ നമുക്ക് തണലത്ത് നിന്നിട്ട് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാവുന്നതുമാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പാരലൈസ് ആയ ആൾക്കാർ കൂടി വരുവാണല്ലോ. അപ്പം അവർക്കൊക്കെ ഈ കഴുത്തിൻ്റെ കീഴിൽ പാരലൈസ് ആയ ആൾക്കാർക്ക് മറ്റുള്ളവരുടെ സഹായമൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനും എല്ലാത്തിനും കഴിയാൻ പറ്റിയൊരു വീൽ ചെയറാണിത്. ഇത് നമ്മളെ തലൻ്റെ മൂവ്മെൻറ്റ് വെച്ചാണ് ഇത് മൂവ് ചെയ്യണത്. നമ്മൾ മുന്നോട്ട് തല ചരിച്ചാൽ അതിനനുസരിച്ച് വീൽ ചെയർ മുന്നിൽ പോകും. ബാക്ക് ആക്കിയാൽ ബാക്ക് പോകും, ലെഫ്റ്റിക്ക് റൈറ്റിക്ക് അതേമാതിരി പോകും. ഞാൻ കൊണ്ടോട്ടി EMHSS. മികവുത്സവം മലപ്പുറം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് NM മെഹർ അലി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലയളവിൽ നമ്മൾ സാക്ഷരത മാത്രം പോരാ, ഡിജിറ്റൽ സാക്ഷരത ഇല്ലെങ്കിൽ നമുക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് സാക്ഷരരും നിരക്ഷരരും എന്ന 2 വിഭാഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ 3ാമതൊരു വിഭാഗം കൂടി വന്നിരിക്കുകയാണ്, ഡിജിറ്റൽ സാക്ഷരത. നമ്മൾ എത്ര വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയാണെങ്കിലും ഡിജിറ്റൽ സാക്ഷരത ഇല്ലെങ്കിൽ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജിയുമായി ഒത്തുചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് ഷെരീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൈറ്റ് CEO അൻവർ കുട്ടികളുമായി സംവദിച്ചു. പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ PS സജീവ്, അബ്ദുൾ റഷീദ്, മഹേഷ്, പ്രവീൺ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാസ്റ്റർ ട്രെയിനർ സാജി CK റോബോട്ടിക്സ് സാങ്കേതികവിദ്യയുടെ പ്രായോഗിക സാധ്യതകളെക്കുറിച്ച് ക്ലാസ് എടുത്തു. നിലവിലെ പോളിടെക്നിക് വിദ്യാർത്ഥിയും മുൻ ലിറ്റിൽ കൈറ്റ് അംഗവുമായ അഫ്നാൻ യൂസഫിൻ്റെ നേതൃത്വത്തിൽ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് വിഭാഗം അവതരിപ്പിച്ച ഹ്യൂമനോയിഡ് റോബോട്ട് മികവുത്സവത്തിൽ ശ്രദ്ധ നേടി. ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഭാഗമായി പ്രോഗ്രാമിംഗ്, റോബോട്ടിക്സ്, നിർമ്മിത ബുദ്ധി, ആനിമേഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം ലഭിച്ച കുട്ടി ടെക്കികൾ അവയുടെ മികച്ച മാതൃകകൾ അവതരിപ്പിച്ചു. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളുകളൊക്കെ ഹൈടെക്കായിട്ട് മാറിയപ്പോൾ ആ ഹൈടെക് വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ലിറ്റിൽ കൈറ്റ്സ്. ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയുടെ ഭാഗമായിട്ട് ആനിമേഷൻ, റോബോട്ടിക്സ് തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളാണ് കുട്ടികളെ പരിചയപ്പെടുന്നത്. സ്കൂളുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ മികവുകൾ സ്കൂളുകളിൽ തന്നെ മികവുത്സവങ്ങളായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അത്തരം മികവുത്സവങ്ങളിൽ മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രോഡക്റ്റുകൾ കുട്ടികളെയാണ് നമ്മളിവിടെ ജില്ലാതല മികവുത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്നത് റോബോ വൈബ്സ് 2025 എന്ന പേരിൽ ജില്ലാതല മികവുത്സവമാണ്. മലപ്പുറം ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 60ഓളം കുട്ടികളാണ് ഇവിടെ പങ്കെടുക്കുന്നത്.
ഇതിൽ റോബോട്ടിക്സ് ഉണ്ട്, ആനിമേഷൻ ഉണ്ട്, മറ്റ് വിവിധ തരത്തിലുള്ള AI തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവർക്ക് ക്ലാസ്സുകളായിട്ട് കൊടുക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണവും കാട്ടുതീയും തടയാനുള്ള ഓൾറൗണ്ട് പ്രൊട്ടക്ഷൻ സിസ്റ്റം, കൃഷിയിടങ്ങളിൽ പ്രയോജനപ്പെടുത്താവുന്ന ഇറിഗേഷൻ ഫയർ ഫൈറ്റിംഗ് ബോട്ട്, സ്മാർട്ട് പെറ്റ് ഹൗസ്, IoT സ്മാർട്ട് ഹോം, വീട്ടമ്മമാരെ സഹായിക്കുന്ന ഓട്ടോമാറ്റിക് ക്ലോത്ത് ഡ്രയർ, മാൻഹോളിൽ പ്രവർത്തിപ്പിക്കാവുന്ന ക്ലീനിംഗ് ബോട്ട്, വെള്ളപ്പൊക്ക അറിയിപ്പ് നൽകുന്ന ഫ്ലഡ് അലർട്ട് സിസ്റ്റം, അംഗപരിമിതരായ ആളുകളെ നയിക്കുന്ന സ്മാർട്ട് വീൽചെയർ എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ അന്വേഷണാത്മക ചിന്തകളിൽ നിന്നും രൂപപ്പെട്ട വിവിധ പ്രൊജക്റ്റുകൾക്ക് റോബോ വൈബ്സ് 25 വേദിയായി. 3D ആനിമേഷൻ സോഫ്റ്റ്വെയറായ ബ്ലെൻഡറിൽ നിർമ്മിച്ച ലഹരി ബോധവൽക്കരണം, പ്രകൃതി സംരക്ഷണം തുടങ്ങിയവ പ്രമേയമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ അനിമേഷൻ വീഡിയോകളും അവതരിപ്പിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ട ലാപ്ടോപ്പുകൾ, ആർഡിനോ, റോബോട്ടിക് കിറ്റുകൾ എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് കുട്ടികൾ പ്രൊജക്റ്റുകൾ നിർമ്മിച്ചത്. സമം എന്ന മലയാളത്തിലെ പിന്നണി ഗായകരുടെ സംഘടന പാലക്കാട് രാപ്പാടി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നു. പ്രതിമയുടെ നിർമ്മാണോദ്ഘാടനം ജില്ലാ കലക്ടർ G. പ്രിയങ്ക നിർവഹിച്ചു. ആ സമയത്ത് ടേപ്പ് റെക്കോർഡേഴ്സ് പിന്നെ കാസറ്റ്സ് ഉണ്ടായിരുന്നു. നോട്ട് ഈവൻ വാക്കി കൂടെ വന്നിരുന്നു. ദാറ്റ് ടൈം ഇറ്റ് വാസ് ഓൺലി ബിഗ് ടേപ്പ് റെക്കോർഡർ, ഇത്ര വലിയ ഒരു ബ്ലാക്ക് ടേപ്പ് റെക്കോർഡറും പിന്നെ കാസറ്റ്സുമാണ്. സോ ഐ എം ബേസിക്കലി ഫ്രം കർണാടക. പക്ഷെ എൻ്റെ പേരൻസും കന്നഡിഗാസാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ മൂവീസ് ഞങ്ങൾ വാച്ച് ചെയ്തു. അവിടുത്തെ ആക്ടിങ്ങും എല്ലാം ശരിയായിരുന്നു. പക്ഷെ അവിടുത്തെ മ്യൂസിക്കൽ ഐ വാസ് വെരി ഇംപ്രസ്ഡ്. സോ അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന ഹിന്ദി കാസറ്റ്സ് ആണ് SPBയുടെ വോയിസിലായിരുന്നു. സോ അത് കഴിഞ്ഞ ശേഷം സമം പ്രസിഡന്റും പിന്നണി ഗായകനുമായ സുദീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കളക്ടറുടെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ TR അജയൻ, പ്രശസ്ത ഗായകനായ വിജയ് യേശുദാസ്, അനൂപ് ശങ്കർ, പ്രദീപ് സോമസുന്ദരം, മഞ്ജു മേനോൻ, KK നിഷാദ്, സന്നിധാനന്ദൻ, ദേവാനന്ദ്, രാകേഷ് ബ്രഹ്മാനന്ദൻ, ഗണേഷ് സുന്ദരം, രവിശങ്കർ, സിന്ധു പ്രേംകുമാർ തുടങ്ങിയവരും ശില്പി ഉണ്ണിക്കാനായിയും പങ്കെടുത്തു. മഴവെള്ളം പോകും കരണ്ടു വാഴും കാലങ്ങൾ പോറാമെന്ന കോലങ്ങൾ പോറാമെന്ന പൊയ്യമ്പ് പോകും മെയ്യമ്പ് വാഴും പ്രീതിയാതും DYFI ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരണ യോഗം ചേർന്നു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് N. രൺദീഷ് ഉദ്ഘാടനം ചെയ്തു. DYFI ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരണ യോഗം ചേർന്നത്. യോഗത്തിൽ മേഖലയിലെ 13 യൂണിറ്റുകളിലും വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിച്ച് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. മേഖലയിൽ കാൽനട പ്രചരണ ജാഥയും കായിക മത്സരങ്ങളും സംഘടിപ്പിക്കുവാനും തീരുമാനമായി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് M. രൺദീഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് M. മണികണ്ഠൻ അധ്യക്ഷനായി. DYFI ഒറ്റപ്പാലം മേഖലാ സെക്രട്ടറി VP ബിപിൻ രാജ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം കാർത്തിക, സിവിൽ എക്സൈസ് ഓഫീസർ ജയപ്രകാശ്, റോയൽ ഗ്രൂപ്പ് ചെയർമാൻ PV ഹംസ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, ഗിരി അയ്യർ, സുനിൽ കുമാർ, ഇബ്രാഹിം, പൗലോസ്, ജയരാജ്, ബാബു മൊയ്തീൻ, ശിവരാമൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാജി കുടുംബസംഗമം സംഘടിപ്പിച്ചു. മുൻ MLAയും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന, നമുക്ക് മനസ്സിന് സന്തോഷം പകരുന്ന മറ്റൊരു കാര്യം കൂടി എന്താ, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ ബാങ്ക് വിളിക്കുന്നുണ്ട്. ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ നാടിൻ്റെ മുഴുവൻ പരിച്ഛേദമാണ് എനിക്ക് മുമ്പ് കാണാൻ സാധിക്കുന്നത്, അല്ലേ? ഈ നാട്ടിൽ ഏതെല്ലാം തരം വ്യത്യസ്തതകളുണ്ടോ അത് മുഴുവൻ ഇതാ എനിക്ക് മുമ്പിൽ ഇവിടെ കാണാനുണ്ട്. വിവിധ ജാതികളിൽപ്പെട്ട ആളുകൾ,
വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, വിവിധ സാമൂഹ്യ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, വിവിധ തൊഴിലെടുക്കുന്ന ആളുകൾ, വിവിധ വിദ്യാഭ്യാസ നിലവാരമുള്ള ആളുകൾ, എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയാണ് ഈ മേൽക്കൂരയ്ക്ക് കീഴിൽ. കാരണം എന്താ? ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു മീറ്റിംഗ് ആണ് എന്നുള്ളതാണ്. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ മുഖ്യാതിഥിയായി. സംഗമത്തോടനുബന്ധിച്ച് ആരോഗ്യ ക്ലാസും നടത്തി. ഗാന്ധിയൻ മൂല്യങ്ങൾ, ആദർശങ്ങൾ എന്നിവ ഭാവി തലമുറയുടെ വളർച്ചയ്ക്ക് ശക്തി പകരട്ടെ എന്ന് പ്രതിജ്ഞയെടുത്തു. വാർഡിലെ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് C. രാമകൃഷ്ണൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ ലീല, സുരേഷ് തെങ്ങിൻതോട്ടം, P. ഗിരീശൻ, ഭാസ്കരൻ ചിങ്ങനേഴി, VN കൃഷ്ണൻ, രാജൻ കല്ലംപറമ്പിൽ, ഭാഗ്യലക്ഷ്മി, KM ഭാഗ്യലക്ഷ്മി, ആന്റണി ജോസ്, സുബ്രഹ്മണ്യൻ, ഡോക്ടർ അഖില എന്നിവർ സംസാരിച്ചു. ഗ്രീൻഫീൽഡ് ഹൈവേക്കായി സ്ഥലം വിട്ടു നൽകി മാറിപ്പോകേണ്ടി വന്നവർ ഇഫ്താർ വിരുന്നിലൂടെ വീണ്ടും ഒത്തുചേർന്നു. നേരത്തെ ഒരു കുടുംബം പോലെ കഴിഞ്ഞു വന്നിരുന്ന 9 കുടുംബങ്ങളാണ് ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി വേർപിരിഞ്ഞു പോയത്. മണിക്കൂറുകൾ നേരത്തേക്കാണെങ്കിലും പഴയ പോലെ ഒന്നിക്കാൻ അവർ തന്നെ സംഘടിപ്പിച്ചതാണ് ഇഫ്താർ വിരുന്ന്. എടത്തനാട്ടുകര പടിക്കപ്പാടത്താണ് ഈ സ്നേഹസംഗമം നടന്നത്. പടിക്കപ്പാടം പ്രദേശത്തെ രണ്ടായി ഭാഗിച്ചാണ് ഗ്രീൻഫീൽഡ് ഹൈവേ എടത്തനാട്ടുകരയിലൂടെ കടന്നു പോകുന്നത്. റോഡിനായി സ്ഥലം ഏറ്റെടുത്തതോടെ പടിക്കപ്പാടത്തെ 9 കുടുംബങ്ങൾക്ക് മാറി താമസിക്കേണ്ടി വന്നു. ഒരേ കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഇവർ പല ഭാഗങ്ങളിലേക്കായി പോയി. എന്നും കണ്ടിരുന്നവരെ പിന്നെ ഒരു തവണ പോലും കാണാതെയുമായി. എന്നാൽ ഇവർ തമ്മിലുള്ള സ്നേഹത്തിന് ഒരു കോട്ടവും തട്ടിയിരുന്നില്ല. എല്ലാ വിശേഷങ്ങളും ഇപ്പോഴും പരസ്പരം അറിയിക്കാറുണ്ട്. തുടർന്നും ബന്ധം നിലനിർത്തുമെന്ന് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അലി മഠത്തൊടി പറഞ്ഞു. ഇനിയും ഈ ബന്ധം നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കും. റോഡ് വന്നാലും ഈ അയൽപക്ക ബന്ധം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെ ഈ നോമ്പുതുറ മറ്റുള്ള എല്ലാ പരിപാടികളും ഞങ്ങളിവിടെ കൂട്ടായി സംഘടിപ്പിക്കുന്നുണ്ട്. ഇനിയും അത് തുടർന്നു പോകണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. മാറിപ്പോയവരും നിലവിലവിടെ ഉള്ളവരും ചേർന്നാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. ഒരുമിച്ചിരുന്ന് പഴയ വിശേഷങ്ങൾ പങ്കുവച്ച് അവർ ഭക്ഷണം പാകം ചെയ്തു. ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവരും പ്രായമായവരും സംഗമത്തിലെത്തിയിരുന്നു. തുടർന്ന് എല്ലാവരും കൂടിയിരുന്നുള്ള നോമ്പുതുറയും. എല്ലാ വർഷവും നോമ്പുതുറ സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്ന് PK സമീർ ബാബു പറഞ്ഞു. ഈ സ്ഥലം ചിലപ്പോൾ ഇനി അടുത്ത വർഷമാകുമ്പോൾ ഞാൻ ഗ്രീൻഫീൽഡായി പോകും. എങ്കിലും നമ്മളെ ഇതിൻ്റെ ഈ അയൽവക്കങ്ങളിലെ വേറെ വീടുകളുണ്ടല്ലോ, ഈ വീടുകളിലാണ് നമ്മൾ ഇതുപോലെ ഉദ്ദേശിക്കുന്നത്. ഈ ഇപ്പോൾ മാറിപ്പോയ വീടുകളിലൊക്കെ കുടിയിരിക്കൽ പോലുള്ള പരിപാടികളിലൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി പിരിയലുണ്ട്. ഇത് മരിക്കുന്നവരെ ഈ ബന്ധം നിലനിർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികളും മക്കളിലൊക്കെ ആ സൗഹാർദ്ദ ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തെ തങ്ങളുടെ ജീവിതവും പ്രദേശത്തിൻ്റെ ഒരുമയും CH അബ്ദുറഹ്മാൻ പങ്കുവച്ചു. മുമ്പ് കാലത്ത് ഇവിടെ ഓലമേഞ്ഞ വീടുകളായിരുന്നു, അതേപോലെ ചെറുതായിട്ടുള്ള ഓടിട്ട വീടുകളായിരുന്നു. ഇന്നത്തെ കാണുന്ന രീതിയിൽ ആധുനിക സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അന്നത്തെ ഞങ്ങളുടെ വീടുകൾക്കൊന്നും വാതിലുകൾ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് പോകാറുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു വാതിൽ അടച്ചു കൂട്ടുന്നതോ സംവിധാനങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ വേറിട്ട് പോയപ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു, ഒരു ഷോക്ക് പോലെ ആയിരുന്നു അത്. 27-ാം രാവിൽ അവർ നോമ്പു തുറന്ന സ്ഥലം ഒരുപക്ഷെ അടുത്ത വർഷം അതുപോലെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിലും പ്രദേശത്തു തന്നെ മറ്റൊരു സ്ഥലം കണ്ടെത്തി ഈ സംഗമം നടത്തണമെന്ന ഉദ്ദേശത്തിലാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, കരിങ്കല്ലത്താണി. ഒരിടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷനും ലിൻഷ മെഡിക്കൽസ് ഫുട്ബോൾ ക്ലബ്ബും സംയുക്തമായി ബ്ലാക്ക് ഹോഴ്സ് ഫുട്ബോൾ അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തുന്ന അവധിക്കാല സൗജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിൻ്റെ സെലക്ഷൻ ഏപ്രിൽ 3-ന് 6:30 മുതൽ മണ്ണാർക്കാട് മുബാസ് ഗ്രൗണ്ടിൽ നടക്കും. ഫുട്ബോളാണ് എൻ്റെ ലഹരി എന്ന ബാനറിൽ സൗജന്യമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തവണ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 1 മാസമാണ് പരിശീലനം. 2010-നും 2018-നും മധ്യേ ജനിച്ചവർക്കാണ് അവസരം. കേരള പോലീസ് മുൻ ഹെഡ് കോച്ച് വിവേകിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശീലനം നൽകുക. സെലക്ഷൻ ക്യാമ്പ് N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്യും. MFI പ്രസിഡന്റ് M. മുഹമ്മദ് ചെറൂട്ടി അധ്യക്ഷത വഹിക്കും. പരിശീലനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് സ്ഥിരമായി പരിശീലനം നൽകുന്നതിനും അതുവഴി സംസ്ഥാനത്തിനകത്തും പുറത്തും നടക്കുന്ന വിവിധ മത്സരങ്ങൾ പങ്കെടുപ്പിക്കുന്നതിനുമുള്ള അവസരവും ഒരുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു.
സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ 9946435421 9447022601 9400726140 എന്നീ വാട്സപ്പ് നമ്പറുകളിലേക്ക് പേര്, ജനനവർഷം, ഫോൺ നമ്പർ എന്നിവ അയയ്ക്കുകയോ ഏപ്രിൽ 3 ജനന സർട്ടിഫിക്കറ്റ് സഹിതം 6:30 നെല്ലിപ്പുഴ മുബാസ് ഗ്രൗണ്ടിൽ എത്തുകയോ ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ ഇത്തവണ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ഫുട്ബോൾ ക്ലബ്ബുമായി സഹകരിച്ചുകൊണ്ട് കുട്ടികൾക്കായിട്ടുള്ള സൗജന്യ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് നടത്തുകയാണ്. കോച്ചിങ് ക്യാമ്പ് നേതൃത്വം കൊടുക്കുന്നത് ബ്ലാക്ക് ഹോഴ്സ് അക്കാഡമിയുടെ ചീഫ് ഹെഡ് കോച്ചായ മുൻ കേരള പോലീസിൻ്റെ ഹെഡ് കോച്ച് കൂടിയായ ശ്രീ വിവേക് അവരുടെ നേതൃത്വത്തിലാണ് കോച്ചിങ് സംഘടിപ്പിക്കുന്നത്. 2010 മുതൽ 2018 വരെ ജനിച്ച കുട്ടികൾക്കായിട്ടാണ് കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മുബാസ് ഗ്രൗണ്ടിൽ വെച്ചാണ് കോച്ചിങ് ക്യാമ്പ് നടത്തുന്നത്. പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി, സെക്രട്ടറി ഫിറോസ് ബാബു, ട്രഷറർ എം സലീം, ഫിഫ മുഹമ്മദ് അലി, ലിൻഷ മെഡിക്കൽസ് ഫുട്ബോൾ ടീം മാനേജർ ഷമീർ ബാബു മങ്ങാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാടാനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2023-2025 ബാച്ച് SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മുഹമ്മദ് മുഹസിൻ MLA സല്യൂട്ട് സ്വീകരിച്ചു. വാടാനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2023-2025 SPC ബാച്ചിലെ 48 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി ഇറങ്ങിയത്. 3 വർഷം പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വെള്ളിയാഴ്ച സ്കൂളിൽ നടന്നു. മുഹമ്മദ് മുഹസിൻ MLA സല്യൂട്ട് സ്വീകരിച്ചു. SPC കേഡറ്റുകൾ രാജ്യത്തിനാകെ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണെന്ന് MLA പറഞ്ഞു. ഉത്തരവാദിത്ത ബോധത്തോടെ സമൂഹത്തിലാകെ മാറ്റങ്ങളുണ്ടാക്കാൻ കേഡറ്റുകൾക്ക് കഴിയണമെന്നും പലവിധ ആക്ഷേപങ്ങളും ഇന്ന് കുട്ടികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ SPC പോലുള്ള പ്രവർത്തനങ്ങളിലൂടെ അതിൽ നിന്നും മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും MLA പറഞ്ഞു. മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആരംഭിച്ചത്. കേരളം തുടക്കം കുറിച്ചു എങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്താകെ മാതൃകയായിക്കൊണ്ട് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യുവതലമുറയെക്കുറിച്ച് അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടികളെക്കുറിച്ച് പലതരത്തിലുള്ള ആശങ്കകൾ പറയുന്ന സമയത്ത് നാളിതുവരെയുള്ള സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ ചരിത്രത്തിൽ ചടങ്ങിൽ കേഡറ്റുകൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും MLA ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ V. രവികുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് അംഗം ജലജ ശശികുമാർ, ഹെഡ് മിസ്ട്രസ് ഗീത, പ്രിൻസിപ്പൽ ബീന, ബാലൻ, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കടുത്ത വേനലിൽ ആശ്വാസമായി അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ സൗജന്യ കുടിവെള്ള വിതരണം തണ്ണീർപന്തൽ ആരംഭിച്ചു. K. പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഉഷ്ണകാലത്ത് ആശ്വാസമേകിക്കൊണ്ടാണ് അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചത്. കുടിവെള്ളവും സംഭാരവും തണ്ണീർപന്തൽ വഴി ദാഹമകറ്റാനായി സൗജന്യമായി നൽകും. കൂടാതെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശവാസികൾക്ക് ബാങ്കിന്റെ കിണറിൽ നിന്നും വെള്ളമടിച്ചും വിതരണം ചെയ്യും. കൂടാതെ പക്ഷികൾക്ക് ദാഹമകറ്റാനുള്ള സൗകര്യവും ഏർപ്പെടുത്തി. തണ്ണീർപന്തലിന്റെയും പറവകൾക്ക് ഇത്തിരി ദാഹജലം പരിപാടിയുടെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA നിർവഹിച്ചു. ഞാൻ MLA ആയതിനു ശേഷം തുടർച്ചയായി 3 വർഷങ്ങളിലും ഇവിടെ വേനൽ അറുതിയിൽ സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ കണക്കിലെടുത്ത് അത് പരിഹരിക്കാൻ തണ്ണീർപന്തൽ എന്ന് പറയുന്ന പരിപാടി മാതൃകാപരമായി നടപ്പിലാക്കുന്ന വളരെ ജനകീയമായി അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർവീസ് സഹകരണ ബാങ്കാണ് അമ്പലപ്പാറ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്ക് പ്രസിഡന്റ് മേജർ രവീന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി M. മോഹൻകുമാർ, വൈസ് പ്രസിഡന്റ് ആദം, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇനി ഷോർട്ട് ന്യൂസ് കാണാം.
മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ 26-ന് അർഹതപ്പെട്ട 125 കുടുംബങ്ങൾക്ക് ബിരിയാണി കിറ്റും 12 കുടുംബങ്ങൾക്ക് പെരുന്നാൾ വസ്ത്രവും വിതരണം ചെയ്തു. പരിപാടിയിൽ പ്രസിഡന്റ് ഇല്യാസ്, സെക്രട്ടറി ഷാഫി അറഗൽ, വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ, മെമ്പർമാരായ മുസ്തഫ, ഫൈസൽ, അബ്ദുള്ള, അബ്ദുൾ റഷീദ്, നാസർ, അൽഫാൻ, മുഹമ്മദ് റാഫി എന്നിവർ പങ്കെടുത്തു. CPM ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി മുൻ അംഗവും മുൻ ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന കെ സുബ്രഹ്മണ്യന്റെ വേർപാടിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി. ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് അധ്യക്ഷനായി. കെ പ്രേംകുമാർ MLA, ഏരിയ സെക്രട്ടറി കെ ജയദേവൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി അരവിന്ദാക്ഷൻ, കെ ശ്രീധരൻ, പി കെ ശശിധരൻ, വി പ്രജീഷ് കുമാർ, MC വാസുദേവൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, MK മോഹനൻ, M കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. സുദീർഘമായ കാലത്തെ പ്രവർത്തന അനുഭവം, ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെയൊക്കെ അനുഭവമുള്ള ധാരാളം പേർ വേദിയിലും അതുപോലെ തന്നെ സദസ്സിലും ഉണ്ടാകും എന്ന് നിശ്ചയമായും ബോധ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വേർപെടേണ്ട ഒരു സമയത്തല്ല സഖാവ് കെ സുബ്രഹ്മണ്യൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇനിയുമേറെ നമ്മുടെ നാടിനെ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് നയിക്കേണ്ട ഒരു കാലത്ത് പുരോഗമന രാഷ്ട്രീയത്തിന്റെ പക്ഷത്ത് അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതയും സാഹചര്യവും ഒക്കെ ഒരുങ്ങി വരുന്ന ഒരു സന്ദർഭത്തിലാണ് കടമ്പഴിപ്പുറം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയും ജനകീയ കൂട്ടായ്മയും നടത്തി. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കെ ശ്രീലത, പി സുബ്രഹ്മണ്യൻ, സി നാരായണൻകുട്ടി, ഒ ശ്രീകുമാരി, M ഹരികൃഷ്ണൻ, കെ രാമചന്ദ്രൻ, സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അപ്പോൾ അമ്മയാണോ സഹോദരിയാണോ സഹോദരനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ നിലയിൽ യഥാർത്ഥത്തിൽ എത്രയോ കാലത്തേക്ക് നമ്മുടെ നാടിന്, സമൂഹത്തിന് വെളിച്ചം പകരേണ്ട, കുടുംബത്തെ നയിക്കേണ്ട, നാടിന് എല്ലാ അർത്ഥത്തിലും മുതൽക്കൂട്ടാകേണ്ട, വിശേഷിച്ച് നാടിന്റെ യൗവനം, വിദ്യാർത്ഥികളും യുവാക്കളും, വരുന്ന തലമുറ, ഈ നാടിനെ കാത്തു സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട, ചുമതലപ്പെട്ട വിദ്യാർത്ഥികളും യുവാക്കളും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള രാസലഹരികൾക്ക് അടിമപ്പെടും. 50-ലധികം നാടകങ്ങൾ ചെയ്തിട്ടുള്ള പ്രമുഖ നാടക കലാകാരൻ കാർൽമണ്ണ TK വാസുദേവനെ ലോക നാടക ദിനത്തിൽ മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. കൺവീനർ ബിജുമോൻ പന്തീരുകുലം പൊന്നാടയും ഉപഹാരവും നൽകി. സെക്രട്ടറി രാധാകൃഷ്ണൻ കളത്തൊടി, ശരത് VP, ഗോപൻ ഏഴക്കാട് എന്നിവരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വികസനത്തിനും ക്ഷേമത്തിനും പശ്ചാത്തല സൗകര്യങ്ങൾക്കും ഊന്നൽ നൽകി പെരിന്തൽമണ്ണ നഗരസഭയുടെ പുതിയ ബജറ്റ്. നഗരസഭ നടപ്പാക്കി വരുന്ന വിവിധ മിഷനുകൾ തുടരും. മലിനജല ശുദ്ധീകരണത്തിന് 6 കോടിയുടെ പദ്ധതിയും ബജറ്റിൽ. 3 വയസ്സുകാരിയോട് ലൈംഗികാതിക്രമം കാണിച്ച 43-കാരന് 63 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ച് പെരിന്തൽമണ്ണ അതിവേഗ കോടതി. കുന്നപ്പള്ളി സ്വദേശി ഫൈസൽ ബാബുവിനാണ് ശിക്ഷ വിധിച്ചത്. പട്ടികജാതിയിൽപ്പെട്ട യുവതിയെ അപമാനിച്ച കേസിൽ പ്രതിക്ക് 6 മാസം കഠിന തടവ്. മണ്ണാർക്കാട് GMUP സ്കൂളിലെ പ്രധാനാധ്യാപകൻ ഉൾപ്പെടെ 6 അധ്യാപകരെ സ്ഥലം മാറ്റിയ ഉത്തരവ് ഒറ്റ ദിവസം കൊണ്ട് മരവിപ്പിച്ചു. പ്രധാനാധ്യാപകനും മറ്റധ്യാപകരും തമ്മിലുള്ള ഭിന്നതകളെ തുടർന്നായിരുന്നു സ്ഥലം മാറ്റം. ഉത്തരവ് മരവിപ്പിച്ചത് ഭരണപക്ഷ സംഘടനയുടെ സമ്മർദ്ദം മൂലമെന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടന. വീട്ടിലേക്ക് റോഡില്ലാത്തതിനാൽ ദുരിതത്തിലായി 6 കുടുംബങ്ങൾ. നെല്ലായ കല്ലിടുമ്പ് കോഴിക്കുന്നത്ത് 6 കുടുംബങ്ങളാണ് വഴിയില്ലാതെ വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്നത്. പ്രായമായ രോഗികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് ആശ്രയം പാടവരമ്പ് മാത്രം. രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ചുമന്നും സ്ട്രക്ചറിൽ താങ്ങിയുമല്ല. പശുവിനോട് കൊടും ക്രൂരത. തൊഴുത്തിൽ കെട്ടിയ പശുവിനെ കടത്തിക്കൊണ്ടുപോയി കാൽത്തുടകൾ അറുത്തുമാറ്റി. മണ്ണാർക്കാട് തെങ്കരയിലാണ് സംഭവം. പിന്നിൽ നായാട്ട് സംഘമെന്ന സംശയം. പോലീസ് അന്വേഷണം തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.